നമസ്കാരം. ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുക പടർന്നു. ഇന്നലെ രാത്രി 7:40 സംഭവം. ഇതോടെ മെഡിക്കൽ കോളേജ് അധികൃതരും പോലീസും നാട്ടുകാരും ചേർന്ന് രോഗികളെ അടിയന്തരമായി പുറത്തേക്ക് മാറ്റി. വെള്ളിമാട് കുന്നിൽ നിന്ന് ബീച്ചിൽ നിന്ന് 3 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത്. അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നവർ അടക്കം 30 രോഗികളെ നഗരത്തിലെ മറ്റ് ആശുപത്രികളിലേക്കും ബാക്കിയുള്ളവരെ മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റ് വാർഡുകളിലേക്കും മാറ്റി. അത്യാഹിത വിഭാഗം പോലീസ് പൂർണ്ണമായും അടച്ചു. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബീച്ച് ആശുപത്രിയിലേക്ക് താൽക്കാലികമായി മാറ്റി. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നതിനെ തുടർന്ന് രോഗികൾ ശ്വാസം കിട്ടാതെ മരിച്ചതായി ആരോപണം. വെസ്റ്റ് ഹിൽ സ്വദേശിയായ ഗോപാലൻ, വടകര സ്വദേശിയായ സുരേന്ദ്രൻ, മേപ്പയ്യൂർ സ്വദേശിയായ ഗംഗാധരൻ, വയനാട് സ്വദേശി നസീറ എന്നിവരാണ് മരിച്ച 4 പേർ. എന്നാൽ ശ്വാസം കിട്ടാതെ രോഗികൾ മരിച്ചെന്ന ആരോപണം തള്ളിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 3 മരണം സംഭവിച്ചത് അപകടം ഉണ്ടാകുന്നതിന് മുമ്പാണെന്ന് പറഞ്ഞു. മരിച്ച 3 പേരിൽ ഒരാൾ വിഷം അകത്തിയെന്ന് ഗുരുതരാവസ്ഥയിൽ ആയിരുന്ന സ്ത്രീയാണ്. രണ്ടാമത്തെ ആൾ ക്യാൻസർ രോഗിയും 3ാമത്തെ ആൾക്ക് കരൾ രോഗവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നും പ്രിൻസിപ്പൽ വിശദീകരിച്ചു. പിന്നെ ഒരു മരണം ന്യൂമോണിയ ബാധിച്ച ഒരാളുടെ ആണെന്നും അത് പുക ശ്വസിച്ചാണെന്ന് തോന്നുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ UPS റൂമിൽ പുക പടർന്ന സംഭവത്തെ തുടർന്ന് എമർജൻസി വിഭാഗത്തിലെ മുഴുവൻ രോഗികളെയും അടിയന്തരമായി ചികിത്സയ്ക്കായി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയെന്ന് മന്ത്രി വീണ ജോർജ്. UPS റൂമിൽ നിന്ന് പുക പടർന്നുണ്ടായ സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ സാങ്കേതിക അന്വേഷണം നടത്തുമെന്നും സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ്. ED നൽകിയ കുറ്റപത്രത്തിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി ഇരുവർക്കും നോട്ടീസ് അയച്ചത്. മെയ് 8 കേസ് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വമാറ്റം ഉടനെന്ന് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ വ്യക്തമായ സന്ദേശം KPC അധ്യക്ഷൻ K സുധാകരന് പാർട്ടി ഹൈക്കമാൻഡ് കൈമാറി. റോജി M ജോൺ MLA പേര് ഉയർന്നെങ്കിലും ആന്റോ ആന്റണിയോ, സണ്ണി ജോസഫ് MLA പ്രസിഡന്റ് ആയേക്കുമെന്നാണ് വിവരങ്ങൾ. വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ഇന്ത്യ മുന്നണിയെ പ്രധാനമന്ത്രിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവമാനിച്ചെന്ന് KPC പ്രസിഡന്റ് K സുധാകരൻ MP. സിംഹഭാഗം മുതൽ മുടക്കും കേരളം നടത്തുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്ന് K സുധാകരൻ കുറ്റപ്പെടുത്തി. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള ഉറച്ച തീരുമാനം സർക്കാർ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളവർ പ്രത്യാഘാതം നേരിടണമെന്നും അന്താരാഷ്ട്ര സഹകരണത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ഭീകരെ കയറ്റിവിടുന്ന പാകിസ്ഥാനെ ശിക്ഷിക്കണമെന്നും രാഷ്ട്രീയം കളിക്കേണ്ട സമയം അല്ല ഇതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ രഹസ്യാന്വേഷണ വീഴ്ച അടക്കം പരിശോധിക്കണമെന്നാണ് പ്രവർത്തക സമിതി പ്രമേയം ആവശ്യപ്പെടുന്നത്. പാലിയേക്കര ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇത് നടപ്പാക്കുന്നുണ്ടെന്ന് ദേശീയ പാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നുവെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനം പൂർത്തിയായെന്നും പോളിംഗ് ബൂത്തുകളുടെ ക്രമീകരണം പൂർത്തിയായെന്നും കളക്ടർ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം കാരണം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുജനാരോഗ്യ നിയമപ്രകാരം സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി അറിയിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് റിമാൻഡിലായ കൊച്ചി കോർപ്പറേഷൻ വെറ്റില സോണിലെ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ കൊച്ചി നഗരസഭ മേയർ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ 4 മാസത്തിനിടെ കൊച്ചി കോർപ്പറേഷനിലെ 5ാമത്തെ ഉദ്യോഗസ്ഥ അറസ്റ്റാണിത്. വർക്കലയിൽ ഇടിമിന്നലേറ്റ് 20കാരൻ മരിച്ചു. വർക്കല അയിരൂരിൽ സ്വദേശി രാജേഷാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം. കുടുംബാംഗങ്ങളുമൊത്ത് വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. വക്കം ഷാഹിന കേസിൽ പ്രതി നസിബുദ്ദീന് 23 വർഷം കഠിന തടവും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ച് കോടതി. വർക്കല വെട്ടൂർ സ്വദേശി നസിബുദ്ദീനെയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതി ശിക്ഷിച്ചത്. വക്കം സ്വദേശി ഷാഹിനയെ കുത്തി കൊലപ്പെടുത്തുകയും ഷാഹിനയുടെ മരുമകൾ ജെസിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് ശിക്ഷ. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നഴ്സിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പിടിയിൽ. മധുരയിൽ നിന്നാണ് പ്രതി രാജേഷ് ഖന്ന പിടിയിലാവുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകം. പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു. തന്നോട് പിണങ്ങി മധുരയിൽ നിന്ന് പോയ ചിത്രയെ തിരികെ വിളിക്കാനാണ് തിരുപ്പൂരിൽ എത്തിയെന്നും പക്ഷേ ഒപ്പം വരില്ലെന്ന് പറഞ്ഞ് റോഡിൽ വെച്ച് ചിത്ര വഴക്കിട്ടോടെ നിയന്ത്രണം വിട്ടുമെന്നാണ് മൊഴി. ബീഹാറിൽ ഓർക്കസ്ട്ര നർത്തകിയെ ഭർത്താവിൻ്റെ മുന്നിലിട്ട് ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കി. ചൊവ്വാഴ്ച വൈകുന്നേരം ഭർത്താവിനൊപ്പം ശങ്കർപൂർ ദിയാരയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നർത്തകിയാണ് 3 പേർ തോക്കിൻ മുന്നിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഇന്ത്യൻ വെബ്സൈറ്റുകളിൽ നുഴഞ്ഞുകയറ്റാൻ പാകിസ്ഥാൻ പിന്തുണയുള്ള ഹാക്കർ ഗ്രൂപ്പുകളുടെ ശ്രമം. ഈ ഹാക്കിംഗ് ശ്രമങ്ങൾ ഇന്ത്യൻ സൈബർ സുരക്ഷാ ഏജൻസികൾ
വേഗത്തിൽ കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്തു. അടുത്ത കാലത്ത് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകളെ പരിഹസിച്ച സന്ദേശങ്ങൾ ഉപയോഗിച്ച് വെബ്സൈറ്റുകൾ വികൃതമാക്കാനായിരുന്നു ഹാക്കർമാരുടെ ശ്രമം. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള NIA അന്വേഷണത്തിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു. ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുകയാണ് NIA. പാകിസ്ഥാൻ ചാരസംഘടന ISI, ഇന്റലിജൻസ് ഏജൻസി, ലഷ്കർ എന്നിവരുടെ പങ്കിന് NIA തെളിവ് ശേഖരിച്ചു. ലഷ്കർ ഭീകരെ നിയന്ത്രിച്ച് മുതിർന്ന ISI ഉദ്യോഗസ്ഥരാണെന്ന് NIA കണ്ടെത്തൽ. 40 വെടിയുണ്ടകളാണ് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്. ഇവ പരിശോധനയ്ക്ക് അയച്ചു. ഇതുവരെ NIA 2500 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 150 പേർ NIA കസ്റ്റഡിയിൽ തുടരുകയാണ്. അയോധ്യ, ഫൈസാബാദ് നഗരങ്ങൾ ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായ രാംപഥിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ രാംപഥിന്റെ 14 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യത്തിന്റെയും മാംസത്തിന്റെയും വിൽപ്പന നിരോധിച്ച് ഉത്തരവിറക്കി. പാകിസ്ഥാനിലേക്ക് നാടുകടത്തുന്നതിന് ഒരു കുടുംബത്തിലെ 6 പേർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെടൽ. വിസ കാലാവധി കഴിഞ്ഞിട്ട് രാജ്യത്തങ്ങുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. പരിശോധന പൂർത്തിയാകും വരെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തുന്ന പോലുള്ള നിർബന്ധ നടപടികൾ സ്വീകരിക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഭീകരവാദ ഗ്രൂപ്പുകളുമായുള്ള പാകിസ്ഥാന്റെ മുൻകാല ബന്ധം അംഗീകരിച്ച് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ രാജ്യത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു ചരിത്രമുണ്ടെങ്കിലും അതിനുശേഷം പരിഷ്കരണങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോയെന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് മുന്നോടിയായി സിസിസ്റ്റൈൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ ചിമ്മിനി സ്ഥാപിച്ചു. ബാലറ്റുകൾ കത്തിക്കുന്ന പുക പുറത്തു വരുന്നതിനെയാണ് ഈ ചിമ്മിനി ഉപയോഗിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള കോൺക്ലേവിന് മെയ് 7 തുടക്കമാവും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വർഷയുടെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി പാക് അധീന കാശ്മീരിലെ ഭരണകൂടം ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്നോ അതിനായി തയ്യാറെടുക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവരോട് ചുരുങ്ങിയ 2 മാസത്തെങ്കിലും ആവശ്യമായ ഭക്ഷണവും മറ്റ് ആവശ്യ വസ്തുക്കളും സംഭരിച്ചു വെക്കാൻ പാക് അധീന കാശ്മീർ പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹക്ക് നിർദ്ദേശിച്ചു. സർവകക്ഷി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന പാക് പൗരന്മാർക്കായി വാഗ അതിർത്തി തുറന്നുവിടുന്നു പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് പൗരന്മാരെ അവരുടെ ഭാഗത്തെ അതിർത്തി കടക്കാൻ ഇന്ത്യ അധികൃതർ അനുവദിക്കുകയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. ചിലിയുടെയും അർജന്റീനയുടെയും തെക്കൻ തീരങ്ങളിലാണ് വെള്ളിയാഴ്ച ഭൂചലനമുണ്ടായെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു. പ്രാദേശിക സമയം രാവിലെ 9:40 സംഭവം. അടുത്ത വർഷത്തേക്കുള്ള അമേരിക്കൻ ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $161 ബില്യൺ ചിലവ് നിർത്തലാക്കുമെന്നും വ്യക്തമാക്കി. IPLന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തീരെ ഗുജറാത്ത് ടൈറ്റൻസ് 38 റൺസിന്റെ തകർപ്പൻ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് 38 പന്തിൽ 76 റൺസ് എടുത്ത് ശുഭ്മാൻ ഗില്ലിന്റെയും 37 പന്തിൽ 66 റൺസ് എടുത്ത ജോസ് ബട്ട്ലറുടെയും 23 പന്തിൽ 42 റൺസ് എടുത്ത സായ് സുദർശന്റെയും മികവിൽ 6 വിക്കറ്റിൽ 224 റൺസ് എടുത്തു. എന്നാൽ വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ഇറങ്ങിയ സൺറൈസേഴ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 41 പന്തിൽ 74 റൺസ് നേടിയ അഭിഷേക് ശർമ്മ മാത്രമാണ് ഹൈദരാബാദിന് വേണ്ടി മികച്ച കളി പുറത്തെടുത്തത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.